ഷാർജയിൽ കൊല്ലം സ്വദേശിനി അതുല്യ മരണപ്പെട്ട കേസിൽ ഭർത്താവ് സതീഷ് ശങ്കറിനെ ശബ്ദപരിശോധനയ്ക്ക് വിധേയനാക്കി. ക്രൈംബ്രാഞ്ച് കസ്റ്റഡിയിലായിരുന്ന പ്രതിയുടെ രക്തസാമ്പിളുകൾ ശേഖരിച്ച ശേഷമാണ് തിരുവനന്തപുരത്ത് ഫോറൻസിക് വിഭാഗത്തിനു മുമ്പാകെ ഹാജരാക്കിയത്. ജാമ്യഹർജി തള്ളിയതിനു പിന്നാലെ റിമാൻഡിൽ കഴിഞ്ഞു വന്ന സതീഷിനെ 4 ദിവസത്തേക്കായിരുന്നു ക്രൈംബ്രാഞ്ചിന്റെ കസ്റ്റഡിയിൽ വിട്ടത്. DNA ഉൾപ്പെടെയുള്ള ശാസ്ത്രീയ പരിശോധനകൾക്ക് മുന്നോടിയായി പ്രതിയുടെ രക്തം, മുടി, നഖം എന്നിവയുടെ സാമ്പിളുകൾ ശേഖരിച്ചു. അതുല്യയുടെ ശരീരത്തിലുണ്ടായിരുന്ന മുറിവിന്റെ പാടുകളിൽ പ്രതിയുടേതായി ശരീരസ്രവങ്ങളോ മറ്റോ ഉണ്ടോ എന്ന് കണ്ടെത്താൻ കൂടി ലക്ഷ്യമിട്ടാണ് സാമ്പിളുകൾ ശേഖരിച്ചത്. കൊലപാതകത്തിലേക്കോ ആത്മഹത്യാ പ്രേരണയിലേക്കോ നയിക്കാൻ തെളിവായി കരുതുന്ന പ്രധാന ദൃശ്യങ്ങളിലുള്ള ശബ്ദം പ്രതി സതീഷിന്റേതാണെന്ന് സ്ഥിരീകരിക്കാനാണ് ശബ്ദപരിശോധന നടത്താൻ തീരുമാനമായത്. തിരുവനന്തപുരം FSLൽ സതീഷിനെ ഹാജരാക്കി ശബ്ദപരിശോധന പൂർത്തിയാക്കി. അതുല്യയെ ദേഹോപദ്രവം ഏൽപ്പിക്കുന്നതും വധഭീഷണി മുഴക്കുന്നതുമായ ദൃശ്യങ്ങൾ വെച്ച് ക്രൈംബ്രാഞ്ച് DYSPയുടെ നേതൃത്വത്തിലാകും ചോദ്യം ചെയ്യൽ. പ്രതിയുടെ മൊഴികളിലെ വൈരുദ്ധ്യങ്ങളും പരിശോധിക്കും. ജൂലൈ 19-നായിരുന്നു അതുല്യയെ ഷാർജയിലെ ഫ്ളാറ്റിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയത്. തന്റെ മകളെ കൊലപ്പെടുത്തിയതാണെന്നായിരുന്നു അതുല്യയുടെ കുടുംബത്തിന്റെ വാദം. ജനം, കൊല്ലം.